ജീവനാണ് എനിക്ക്. അതെന്താ ഇപ്പൊ തുടങ്ങി ഒരു മറ്റേതാണോ ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര്? ഒരു പ്രായം നമുക്കൊരു ഏജ് ഒക്കെ വരൂലേ. ഞാൻ എൻ്റെ അച്ഛനമ്മയ്ക്ക് ഇറങ്ങണ പടം പോയി കാണും. അത് ഈ കുഞ്ഞുനാള് മുതലേ കാണിച്ച് പിന്നെ ഒരു പ്രായമായി കഴിഞ്ഞപ്പം നമ്മൾ ലവ് സ്റ്റോറീസ് നമ്മുടെ ഒരു കൗമാരപ്രായം കഴിയുമ്പോൾ ആള് 90s കത്തി നിൽക്കണ ഏട്ടൻ കത്തിക്കണ സമയം. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ട് പ്രേമം എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രേമാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്, ആരാധനയാണ്, റെസ്പെക്റ്റ് ആണ്, ഒക്കെ ഉണ്ട്. അതായത് ആ ആള് വിഷമിക്കുമ്പോൾ വല്ല വയ്യായൊക്കെ വന്നാൽ അത് സങ്കടമാവും. ആളൊരു പടം ഒന്നും താഴ്ന്നു പോയാൽ അത് സങ്കടമാവുന്ന റീച്ചായ ഇഷ്ടാവും. ആൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും ഞാൻ. ആരോടൊക്കെ തർക്കിച്ച് നിൽക്കും. ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അതിനും പവർഫുൾ ആയിട്ട് സംസാരിച്ചാലും പിടിച്ചിരിക്കും. അത്രയ്ക്ക് ഇഷ്ടം നിൽക്കും. ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര ജീവനാണ്. കാണാൻ പറ്റിയിട്ടുണ്ടോ? കാണണം. ലാലേട്ടന്റെ കൂടെ ഒരു പടം കിട്ടിയാലോ? ലാലേട്ടൻ നമ്മുടെ ആ ഒരു ലാലേട്ടന്റെ ഒരു പടം ഉണ്ടായിരുന്നില്ലേ, ഒരു ഏതാണ് ഈശ്വരന്മാരെ, എനിക്ക് കൽപ്പന ചേച്ചി പറയുന്ന പോലെ എനിക്ക് എന്തിനു തന്നു പാവങ്ങൾക്ക് ഇത്ര സൗന്ദര്യം തരല്ലേ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒക്കെ ഉള്ള റോളില്ലേ ഇതൊക്കെ. ലാലേട്ടനെ എങ്ങനെ ഇഷ്ടപ്പെട്ടിങ്ങനെ നടക്കുന്നത് തമ്പിയണ്ണ ഒക്കെ ചോദിച്ചത് അങ്ങനെ. അല്ലല്ല, എനിക്ക് കോമഡി റോൾസ് ആൻഡ് നെഗറ്റീവ് റോൾസ്. കോമഡി ആൻഡ് നെഗറ്റീവ്. എനിക്ക് നായിക ആവണ്ട, നന്മമരം വേണ്ട, നോ നന്മ, നായകന്റെ സൈഡ് വേണ്ട, നായികയുടെ സൈഡ് വേണ്ട, ഓൺലി കോമഡി ആൻഡ് നെഗറ്റീവ്. ആൾക്കാരുണ്ടെങ്കിൽ സമീപിക്കുക കുട്ടിയെ. അല്ല, തുടരും ഇറങ്ങിയപ്പോ കരഞ്ഞു കേട്ട്. തുടരും ചങ്ക് പൊട്ടിയാ കരഞ്ഞത്. കാരണം നമ്മള് എന്തൊക്കെയാണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതല്ലേ. മറ്റേ പടം പോയി എന്നൊക്കെ പറയുമ്പോ അപ്പൊ ഒരു പടം ഇത്രയും കാലം കൂടിയിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത്, സാധാരണ ലാലേന്റെ പടമൊക്കെ പണിത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ മമ്മൂക്ക ഫാൻസും വരും, എല്ലാ ടീമും കൂടും, ഇഷ്ടമുണ്ട്. പക്ഷെ അങ്ങനെ ബാക്കിയുള്ള ഇപ്പത്തെ ഇതിൽ തന്നെ ഇടയ്ക്ക് ഒരു പടം കുറച്ച് പേര് മാത്രം ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഈ പടം എല്ലാവർക്കും ഇഷ്ടമായി. അത് എല്ലാവർക്കും ഇഷ്ടമായി. എനിക്ക് എൻ്റെ കുടുംബത്തുള്ള ഒരാൾക്ക് എന്തോ കിട്ടിയ പോലെ എല്ലാവർക്കും ഇഷ്ടമായി. എനിക്കങ്ങനെ ഞാൻ പടം കണ്ടു കഴിഞ്ഞ നമുക്ക് ഈശ്വര ഇത്ര നാള് കൂടിയിട്ട് ഒന്ന് കാത്തിരുന്നിട്ട് ഒന്ന് നന്നായി ലുക്കും അങ്ങോട്ട് സൂപ്പറായി. ലാലേന്റെ ലുക്കോ താടിയൊക്കെ ആ ലാലേന്റെ അന്ന് കുറച്ച് ടൈറ്റ് ഒക്കെ ആയിരുന്നു എൻ്റെ ഫേസ്. ഇപ്പൊ അതൊക്കെ മാറി, അതൊക്കെ നല്ല ലുക്കായി വന്നപ്പം തിരിച്ചു വന്നു ഞങ്ങളുടെ മുത്ത്. അങ്ങനെയായിരുന്നു. ഇപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനും ഇങ്ങനെ ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഫോൺ എടുത്തിട്ട് കണ്ടോടാ ഞങ്ങളുടെ ലാലേട്ടൻ തിരിച്ചെന്ന് കണ്ടോടാ അങ്ങനെ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കെന്താ പറയുക, ഇവര് വളർന്നോടൊപ്പം നമ്മളും അവരുടെ ഒപ്പം അല്ലേ വളർന്നത്. അപ്പൊ കുടുംബത്തുള്ളവരെ പോലെ എല്ലാവരും. ഞാൻ ഭയങ്കര ഫാനാണ്. ഞാൻ ഇവിടെ ഏട്ടനൊക്കെ അടിക്കാനൊക്കെ പോയതാണ് ടാറ്റു. പിന്നെ സൂചി വേനുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടാവും. ഫോട്ടോ വെക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു നമുക്ക് ശംഖും ഒരേപോലത്തെ മാച്ചിങ്. ഞാൻ എനിക്ക് വേണ്ട, ഞാൻ ഏട്ടൻ അടിച്ചോളാൻ പറഞ്ഞു. ഏട്ടന് ലാലേട്ടൻ അടിച്ചോളാം. എനിക്ക് മനസ്സിലായി നിന്റെ ഏട്ടനാണ്, ഭർത്താവാണ് ഏട്ടൻ. നിങ്ങളല്ല, ലാലേട്ടനാണ്. അത് മനസ്സിലായി. ഹി നോസ്. ഞാൻ ആള് ഭയങ്കര ലാലേട്ടൻ ഫാനാണ്. പക്ഷെ എന്നെ പോലെ പ്രാന്തൊന്നുമില്ല. എനിക്ക് പ്രാന്തുണ്ട്. മഞ്ജു ചേച്ചി അന്ന് ചെയ്ത സിനിമ നിങ്ങളെ പറ്റിയുള്ളതാണോ? അതൊരു പൊടിക്ക്, അതൊരു പൊടിക്ക് ഞാൻ അത് മഞ്ജു ചേച്ചി തല്ലുണ്ടാക്കിയോ അതില്. ഞാൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെ പോയി തല്ലുണ്ടാകും ചേട്ടന്മാരോടൊക്കെ പോയിട്ട്. ഞാൻ തല്ലുണ്ടാക്കും. അവരെന്നെ ചൊറിയാൻ വേണ്ടി വരെന്ന് പറയും. മറ്റേ പടം അത്രയ്ക്ക് അങ്ങനെ ആയില്ലെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ഇരച്ച് കയറൂലേ. പിന്നെ ഇവരെ അടുത്ത് പിടിച്ചിക്കാൻ പറ്റില്ല. ഒരു 11 അംഗ സംഘത്തിന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക്. ഇവരൊന്നും മിണ്ടില്ല, കൂടെയുള്ള ടീമൊന്നും. ഞാൻ എന്നിട്ട് കുറെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഞാൻ കളിക്കാനൊക്കെ പോകും. അപ്പൊ അടി ഉണ്ടാക്കിട്ട് വരും. ലാലേട്ടന്റെ ഒരു ഇഷ്ടപ്പെട്ട ഡയലോഗ് ഒന്ന് പറഞ്ഞേ. ലാലേട്ടന്റെ ലാലേട്ടന്റെ ഡയലോഗ് എനിക്കത് സ്റ്റാർട്ടിങ് കിട്ടണം. എനിക്ക് കുറെ ഡയലോഗുകൾ ഉണ്ട്. ഓക്കെ, മനസ്സിലെങ്കില് പബ്ലിക് റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കണോ? അതാ ശീലം. താനായിട്ട് വിചാരിച്ചാൽ മാറ്റാനാവില്ല. പോയില്ലെങ്കിൽ തന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നും ആവില്ല. കൊന്നളയും ഞാൻ. ഇവിടെ ചോദിച്ചാൽ മതി. ഇത്ര കിട്ടുള്ളൂ ചേട്ടാ, പറഞ്ഞില്ല മറ്റേ. ഓക്കെ, അപ്പൊ ഈ ഡൈഹാർഡ് ലാലേട്ടൻ ഫാനിന് എന്തെങ്കിലും ലാലേട്ടന്
കാണാൻ അല്ല ലാലേട്ടൻ ഇന്റർവ്യൂ കാണാൻ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന കണ്ട കടിക്കുന്നവരെയൊക്കെ എനിക്ക് തോന്നും. കടിക്കും ഇത്. അത് ചിലർക്ക് പറയില്ലേ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയത്തില്ലേ. ഞാൻ എന്റെ മോനെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ എന്റെ മോനെ എനിക്ക് ഇഷ്ടം കൂടുമ്പോൾ ഞാൻ ഒരു കടി കൊടുക്കും കവിളത്ത്. അങ്ങോട്ട് ചെല്ല് കേട്ടോ ലാലേട്ടനെ കടിക്കാൻ. സാരമൊന്നുമില്ല, ആൾക്കാർ മനസ്സിലാവും. നമ്മൾ ഇഷ്ടമുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ആളാണ് ഞാൻ. സോപ്പിട്ട് കേട്ടു അങ്ങനെയല്ല. ഇതൊക്കെ നേരത്തെ ഡയലോഗിൽ വരാതിരുന്നത് ഞാൻ ഇങ്ങനെ നോക്കിയത്. ഓക്കെ അമ്മച്ചി, അമ്മച്ചി എന്നുള്ള പേരിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടു. ഇപ്പം ഇനി എന്നും അമ്മച്ചി എന്നുള്ള പേര് എന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ അത് എന്തെങ്കിലും മാറ്റണം, ഗീതു അശോക് എന്നുള്ളതിലേക്ക് പോകണം? എനിക്കൊരു ഐഡന്റിറ്റി തന്ന നെയിം അല്ലേ അമ്മച്ചി. ഇപ്പതേ ഇത് ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടി. എന്നൊരു 4 പേര് അറിയാവുന്ന രീതിയിലേക്ക് എത്തിച്ചത് ഈ ഒരു നെയിം അല്ലേ. സോ ഞാൻ വന്ന വഴി മറക്കില്ല. പേര് ഞങ്ങളില്ല. ഈ G2 എന്നിട്ടേക്കുന്ന ഗീതു അതാണോ? അത് ആരോ G2 എന്ന് ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ 2 ഗീതു ഉണ്ടായിരുന്നു. അപ്പൊ അവര് വിളിച്ചതാ G2 ഒരാളെ, ഗീതു ഒരാളെ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് എടുക്കണോ അവരൊന്ന് സ്വന്തമായിട്ട് ഇറക്കാനായിട്ടുള്ള സ്വന്തമായിട്ട് ഞാനുണ്ട്. ഒരു പാട്ട് പാടോ? നേരത്തെ ഇവിടെ വന്നിരുന്ന് കുറെ നേരം പാടിയല്ലോ. പാടാലോ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഓയിണം പുത്തനാൾ മധു തേടി പോയി. എന്തൊക്കെ കഴിവുകളുണ്ട് കുട്ടിക്ക്, ഒന്നിനും എത്തുന്നില്ല. അതേ ഉള്ള ഒരു സങ്കടം. എത്തുന്നുണ്ട്. ഓക്കെ, എത്തിക്കാം നമുക്ക്. എത്തും. നേരത്തെ കഥ തുറന്നൊരു ആളെ വിളിച്ചത് ചോദിച്ചാലോ? കല്ലോ. ഇതാണ് അമ്മച്ചിയുടെ സ്വന്തം കല്ലു. കല്ലു. യഥാർത്ഥ പേരെന്താണെന്ന് പറഞ്ഞേ? കൽഹാര. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്രയും കിടിലം പേരൊക്കെ അല്ലേ? കൽഹാര. അമ്മ ഇവിടെ ഇരുന്ന് കൊറേ തള്ളി, അതൊക്കെ കറക്റ്റ് ആണോ എന്നറിയാനാണ് കൽഹാരനെ വിളിപ്പിച്ചേ. കല്ലിക്കുട്ടി, അമ്മ എങ്ങനെയാ ശരിക്കും? അമ്മ എന്തൊക്കെ പറയരുതെന്ന് പറഞ്ഞവര് വരുമ്പോ? ഞങ്ങള് വരുമ്പോ ഇന്നത് പറയാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? മറന്നു. എന്തോ കാര്യം പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അമ്മ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്ന മോക്ക് ഇഷ്ടാണോ? എന്നെ കൂട്ടില്ലാന്ന്. അതെന്താ? ഞാൻ ആദ്യമൊക്കെ കൂട്ടിയായിരുന്നു. പിന്നെ ഇച്ചിരി ഫോൺ കൂടുതൽ യൂസ് വന്നപ്പോ ഞാനൊന്ന് മാറ്റിയതാ. പിന്നെ ആൾക്ക് ഇതിനോട് ക്രേസ് ആയി തുടങ്ങി. പഠിത്തം ഒക്കെ, അതായത് പഠിക്കലൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പഠിക്കുന്നതാണോ വീഡിയോ എടുക്കണയാണോ ഇഷ്ടം? സത്യം പറ. കല്ലു മര്യാദക്ക് ഇരുന്നേ. പഠിക്കുന്നതിനോട് ഇൻട്രസ്റ്റ് കൂടിയപ്പോ ഞാൻ കുട്ടീനെ വീഡിയോ എടുത്തൊന്ന് മാറ്റി. അങ്ങനെയല്ലടാ, അവള് പഠിക്കുന്ന കുറച്ചൊന്ന് കുറഞ്ഞപ്പോന്ന്, അതായത് കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയപ്പം ഫോണിനോട് കുറച്ച് യൂസ് വന്നപ്പോഴേ അപ്പൊ ഞാനൊന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോ വരിക, അപ്പൊ അത്ര ടൈം പോവല്ലേ. ഞാൻ പണ്ടൊക്കെ ആകുമ്പോ പറഞ്ഞത് കൊടുത്തു അവര് ചെയ്തോളും. ഇതിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ നോക്കണ പോലെ തന്നെ. അപ്പൊ ഞാനൊന്ന് അവരൊന്ന് കുറച്ച് പഠിക്കട്ടെ എന്ന് വെച്ചൊന്ന് മാറ്റി നിർത്തിയതാ. പക്ഷെ ഞാൻ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കും.